കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുന്നത്തപ്പീടിക 1-ാം വാർഡിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ മേഖലകളിലും സമഗ്രമായിട്ടുള്ള വികസനമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ റോഡ് ഇവിടെ വരുന്നത് കാരണം ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് വീടുകളുണ്ട്. ഈ വീട്ടുകാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കുന്നത്തപ്പീടിയിൽ നിന്ന് തേലക്കാട് എടക്കാട്ടുകുന്ന് റോഡ് വിവിധ പദ്ധതികളിലായി കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഈ ട്രാൻസ്ഫോമർ വന്ന കാരണം വോൾട്ടേജ് ക്ഷാമം നന്നായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത്. പുഴകളും പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന പാടങ്ങളും ജാതി മത ഭേദമന്യേ പരസ്പരം സ്നേഹിച്ചും സാഹോദര്യം നിലനിർത്തിയും ജീവിക്കുന്ന നല്ല മനസ്സുകൾ പാർക്കുന്ന കരിമ്പുഴയിൽ 4 വർഷത്തെ ദീർഘവും അതിലുപരി സ്നേഹോഷ്മളമായ മുന്നേറ്റവും നടത്തിവരുന്ന ഭരണസമിതിയുടെ ഭരണപരിഷ്കാരങ്ങളിലൂടെയും മോഹനൻ മാഷിന്റെ നേട്ടങ്ങളിലൂടെയും ഒന്ന് കണ്ണോടിക്കുകയാണ്. എം മോഹനൻ, അദ്ദേഹത്തിന്റെ നാമധേയം. അങ്ങനെയെങ്കിലും നാട്ടിലെവിടെയും മോഹനൻ മോഹനൻ മാഷാണ്. ആ വിളിപ്പേരിൽ തെളിയുന്നുണ്ട് മാഷിന്റെ സ്വഭാവ സവിശേഷതയുടെയും ജനമനസ്സുകളിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനത്തിന്റെയും മഹിമ. കുന്നത്തപ്പീടിക 1-ാം വാർഡിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ മേഖലകളിലും സമഗ്രമായിട്ടുള്ള വികസനമാണ് നടന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി കുന്നത്തപ്പീടിയിലെ 1-ാം വാർഡിലെ പുലിക്കിലിയാട് അയ്യപ്പൻകാവ് ശ്രീകൃഷ്ണ ക്ഷേത്രക്കുളം നവീകരണം 45.98 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ജലസ്രോതസ്സായിട്ടുള്ള ഈ അയ്യപ്പൻകാവ് കുളം ഈ രീതിയിൽ മനോഹരമാക്കി തീർക്കുവാനും ഈ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാനും അതോടൊപ്പം തന്നെ ഭൂഗർഭജലം നിലനിർത്തി കൊണ്ടുപോകാനും ഈ കുളം മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് സഹായിച്ചിട്ടുണ്ട്. ജനങ്ങൾക്കും കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായിരുന്ന സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ജലസ്രോതസ്സിനെ മണ്ണിട്ട് മൂടാതെ ഭൂഗർഭജലം നിലനിർത്തിക്കൊണ്ട് നവീകരണം നടത്തിയതിൽ പ്രദേശവാസികളും ഏറെ കൃതാർത്ഥരാണ്. വേനൽക്കാലത്തെ കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഈ കുളം നവീകരണത്തിലൂടെ സഹായിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ PMKS പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ കുളം ഇത്തരത്തിൽ മനോഹരമാക്കിയതിന് 1-ാം വാർഡിലെ ആളുകൾ അഭിമുഖീകരിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ ആയിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട റോഡുകൾ എല്ലാം വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഉപയോഗപ്പെടുത്തി ഗതാഗത യോഗ്യമാക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുന്നത്തപ്പീടിയിൽ നിന്ന് തേലക്കാട് എടക്കാട്ടുകുന്ന് റോഡ് വിവിധ പദ്ധതികളിലായി കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. എടക്കാട്ടുകുന്ന് കുന്നത്തപ്പീടിക 1-ാം വാർഡ്. ഈ റോഡ് ഒരു ഗതാഗതം ഉണ്ടായിരുന്നില്ല, അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കായിരുന്നു. ഇതിപ്പോൾ നടക്കാനും വണ്ടിക്ക് വരാനും ഒക്കേനായി. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപയും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റേതായി വിവിധ വർഷങ്ങളിലായി ലഭ്യമായ 15 ലക്ഷം രൂപയും ഈ റോഡിന്റെ പ്രവൃത്തികൾക്കായി ചിലവഴിച്ചു. ഇപ്പോൾ ഈ അടുത്ത് മോഹനൻ മാഷ് മെമ്പറായതിനു ശേഷം ഞങ്ങൾക്ക് റോഡിന്റെ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും വന്നു. മിനി ലൈറ്റ് വന്നതോടുകൂടി ഇവിടെ ആൾക്കാർക്ക് വെളിച്ചത്തിന് ക്ഷാമമില്ലാതായിട്ടുണ്ട്. കോളനിക്കുള്ള റോഡ് ഗതാഗതം നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്. പുലിക്കിലിയാട് 1-ാം വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക കേന്ദ്രമാണ് യുവശക്തി വായനശാല.
40-50 വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ച ഈ വായനശാലയ്ക്ക് സ്ഥലപരിമിതി വലിയൊരു പ്രശ്നമായിരുന്നു. തൊട്ടപ്പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വായനശാല ഈ അടുത്ത കാലത്തായി സ്ഥലം വിലയ്ക്ക് വാങ്ങി അവിടെ MLAയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കെട്ടിടം നിർമ്മിച്ച് കിട്ടി എന്നുള്ളത് വലിയ ഒരു ആശ്വാസം തന്നെയാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വായനശാലയായും ഒരു പഠന കേന്ദ്രമായും അതുപോലെ തന്നെ ഗ്രാമസഭകളൊക്കെ കൂടാനുള്ള ഒരു ഗ്രാമസഭാ കേന്ദ്രമായിട്ടും ഇത് പ്രവർത്തിക്കുമെന്നുള്ളത് ഈ നാട്ടിലെ ആളുകൾക്ക് വലിയ സഹായകമാവും എന്നുള്ളതിൽ തർക്കമില്ല. നമ്മുടെ നിരന്തര ആവശ്യം മാനിച്ചുകൊണ്ട് MLA 20 ലക്ഷം രൂപയാണ് ഈ ഒരു വായനശാലയ്ക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുള്ളത്. പ്രവർത്തനത്തിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഉടൻ തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത് തുറന്നു കൊടുക്കുന്നതാണ്. ഇതൊരു നീരിട്ടിൽ നിന്നാണ് ഇതിനെ പറയുക. ഏത് സമയത്തും വർഷത്തിലെ പ്രധാന മാസങ്ങളിലും അതുപോലെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലടക്കം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടവഴിയാണ്. അതെങ്ങനെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കി. അതോടൊപ്പം തന്നെ ഒരു ഓവാലം വന്നു. ഇവിടെ ഒരു LP സ്കൂളിൻ്റെ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ വരാനും പോകാനും ഈ പ്രദേശത്തിലെ ആൾക്കാർക്കൊക്കെ കോട്ടപ്പുറത്തേക്കും പള്ളിക്കുന്നത്തേക്കും ഒക്കെ എത്താനൊക്കെ വളരെ ഉപകാരപ്രദമായ റോഡാണ്. പഴയ കാലത്ത് ഈ റോഡ് കൂടെ പോകാൻ റോഡെന്ന് പറഞ്ഞാൽ ഒരു തോടായിരുന്നു. നല്ല ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഉപകാരപ്രദമായിട്ടുള്ള ഈ റോഡ് 1-ാം വാർഡിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് കണക്കാക്കുന്നു. ഈ റോഡ് 98-ൽ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ റോഡ് ഇവിടെ വരുന്നത് കാരണം ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് വീടുകളുണ്ട്. ഈ വീട്ടുകാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു റോഡാണ് ഇത്. കുരിശിലാട്ടിൽ നിന്ന് ഇങ്ങോട്ടേ വരുന്ന റോഡുണ്ടല്ലോ, മെയിൻ റോഡിൽ നിന്ന്. ആ റോഡ് ഇപ്പോൾ ഉഷാറായി. പാവക്കുന്നത്തേക്ക് ഇങ്ങോട്ട് വരുന്ന റോഡും ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ നടക്കാനും ഇരിക്കാനുള്ള സൗകര്യങ്ങളായി. പിന്നെ ഞങ്ങളുടെ അവിടെ ഈ പള്ളിയുടെ അവിടെ ഒരു മിനി ലൈറ്റ് വെച്ചു. അതും ആ ജനങ്ങൾക്ക് നല്ല മെച്ചായി. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാറിൻ്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പാവക്കുന്ന് പള്ളിക്ക് സമീപം ഒരു LED മിനിമാസ്റ്റ് സ്ഥാപിക്കുകയുണ്ടായി. ഈ മിനിമാസ്റ്റ് വന്നതോടുകൂടി ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ആളുകൾക്കൊക്കെ വലിയ സൗകര്യം ഇത് മുഖേന ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് രാവിലെ നേരത്തെ ക്ലാസ്സിന് വരുമ്പോഴും 6 മണി വരെയൊക്കെ ലൈറ്റ് കത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഇവിടെ അടുത്ത് ട്രാൻസ്ഫോമർ വന്നതുകൊണ്ട് കറണ്ടിൻ്റെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. സന്തോഷമാണ്. ഞങ്ങളുടെ ഇവിടെ റോഡും പാടത്തേക്കും ഒക്കെ ഇറക്കി വെച്ചിട്ടുള്ളൂ. ഇവിടെ ഒരു വിധമുള്ളവർക്കൊക്കെ റോഡായി കൊടുക്കേ. എല്ലായിടത്തും നല്ല സഹായം നല്ല ഉപകാരം എല്ലാം ചെയ്തിട്ടുള്ളൂ മാഷ്. ലൈറ്റും ഈ ലൈറ്റൊക്കെ പിന്നെ ഇപ്പോൾ 2 കൊല്ലമായി ഇല്ല പണിയെ. 2 കൊല്ലമായി. വോൾട്ടേജ് ഇല്ലാഞ്ഞിട്ട് പിന്നെ പോലെ ആദ്യം വന്നൊക്കെ ഇതൊക്കെ മാറ്റി, പോസ്റ്റൊക്കെ മാറ്റി. മാത്രമല്ല ഈ പാവക്കുന്ന് പ്രദേശത്തേക്കുള്ള റോഡ് കുന്നത്തുപീടികയിൽ നിന്ന് പാവക്കുന്ന് ഈഞ്ഞുമുണ്ട പ്രദേശത്തേക്ക് പോകുന്ന റോഡിന് 29 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. റീടാറിങ്ങും റീകോൺക്രീറ്റിങ്ങും ആയി നല്ല രീതിയിൽ ആളുകൾക്ക് ഈ റോഡ് ഫലപ്രദമായി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ചക്കനാട്ടുകര പഞ്ചായത്തും കരിമ്പുഴ പഞ്ചായത്തും കൂടി കൂടുന്ന ഒരു റോഡ്. അനവധി ജനങ്ങളുടെ എല്ലാ ആൾക്കാരുടെയും സഹകരണത്തോടുകൂടി മാഷയുടെയും
അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാലമായിട്ട് ഇതൊരു ഏകദേശം ഒരു 5-6 വർഷമായി. ഈ 5-6 വർഷത്തിനുള്ളിലാണ് ഈ റോഡ് ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. കുന്നത്തുപീടിയിൽ നിന്ന് ഈഞ്ഞമുണ്ട വഴി കുണ്ടൂർകുന്നിലേക്ക് പോകുന്ന റോഡാണിത്. ഈ റോഡ് നിരവധിയായ കുട്ടികൾ അതുപോലെ തന്നെ അധ്യാപകർ ഒക്കെ വിദ്യാലയത്തിലെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റോഡാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 3-4 വർഷക്കാലത്തിനിടയ്ക്ക് ഈ റോഡിൻ്റെ പ്രധാനപ്പെട്ട പണികളെല്ലാം പൂർത്തീകരിച്ച് 2 സൈഡും കോൺക്രീറ്റ് ചെയ്ത് അതേപോലെ തന്നെ റോഡും കോൺക്രീറ്റ് ചെയ്ത് ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തച്ചനാട്ടുകര പഞ്ചായത്തിലേക്കുള്ള ഒരു കണക്ഷൻ റോഡ് കൂടിയാണ് ഈ ഈഞ്ഞമുണ്ട കുണ്ടൂർകുന്ന് റോഡ്. മാങ്കടക്കുഴി ഭാഗത്തുനിന്ന് ഈഞ്ഞമുണ്ട കണക്ട് ചെയ്യുന്ന മാങ്കടക്കുഴി പുളിക്കലടി റോഡാണിത്. ഇവിടെ നേരത്തെ നല്ല പ്രയാസം ആളുകൾക്ക് ഈ മാങ്കടക്കുഴിയിൽ നിന്ന് ഈഞ്ഞമുണ്ട പ്രദേശത്തേക്കും തുടർന്ന് അങ്ങനെ കുണ്ടൂർകുന്ന് പ്രദേശത്തേക്ക് പോകാൻ വേണ്ടി ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം 23.6 ലക്ഷം രൂപ പ്രയോജനപ്പെടുത്തിയാണ് ഈ മാങ്കടക്കുഴി പുളിക്കലടി റോഡിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഈ റോഡ് പ്രവർത്തനക്ഷമമായതോടുകൂടി കുണ്ടൂർകുന്ന് പ്രദേശത്ത് നിന്ന് നമ്മുടെ ഈ കുലിക്കിലിയാട് വഴി മെയിൻ റോഡിലേക്ക് നല്ല ഒരു കണക്ഷൻ റോഡായി ഇത് ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ആകെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള റോഡായി ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാവക്കുന്ന് ഈഞ്ഞമുണ്ട പ്രദേശത്ത് നല്ല വോൾട്ടേജ് ക്ഷാമം നിലനിന്നിരുന്നു. ആളുകൾ വലിയ പ്രയാസത്തിലായിരുന്നു. കൃഷിക്കാർക്ക് മോട്ടോർ ഉൾപ്പെടെ അടിക്കാൻ പറ്റാത്ത ഒരു പ്രയാസം ഉണ്ടായിരുന്നു. MLAയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ KSEBയുമായി ബന്ധപ്പെട്ടും ഇവിടെ ട്രാൻസ്ഫോമർ വെച്ചതോടുകൂടി വോൾട്ടേജിൻ്റെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഈ ട്രാൻസ്ഫോമർ വന്ന കാരണം വോൾട്ടേജ് ക്ഷാമം നന്നായിട്ട് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ റോഡും കറണ്ടും റോഡും നന്നായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നല്ല വോൾട്ടേജും കറണ്ടില്ലായി ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു ലൈറ്റാണ് ഇപ്പോൾ വേണ്ടത് അല്ലേ? അടുത്ത പ്രപ്പോസൽ നമുക്ക് ഉള്ളത് അവിടെ വെക്കാം കേട്ടോ. അതുവരെ മറ്റേ ലൈറ്റ് നമുക്ക് വെക്കുന്നില്ല. പിന്നെ ഒരു ഐമാസ് ലൈറ്റ് ഇവിടെ ഈ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ മോനമാഷ് ഇവിടെ മെമ്പറായതിന് ശേഷം വന്നതാണ്. മാങ്കടക്കുഴി റോഡ്, പിന്നെ മദ്രസ റോഡ്, മറ്റേ എന്ത് ലൈറ്റാ മിനിമസ്, ആ ലൈറ്റും വളരെ ഉഷാറായിക്കണം. പിന്നെ റബ്ബർ സീറ്റ് പോയി, അതൊക്കെ ഒഴിവായി. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഏത് കാര്യങ്ങളിലും മുന്നിൽ നിന്നും നേതൃത്വം നൽകുമെങ്കിലും വ്യക്തിജീവിതത്തിൽ മാഷിന് താങ്ങും തണലുമായി കൂടെയുള്ളത് സഹധർമ്മിണി സുനിത EVയാണ്. അച്ഛന്റെ ഉയർച്ചയിൽ അച്ഛനോളം സന്തോഷം കൈക്കൊണ്ട് വരും നാളിൽ അച്ഛനൊപ്പം ആശരണർക്കായി സഹായഹസ്തം നീട്ടുവാൻ കൂടെ നിൽക്കുന്ന മക്കൾ അർജുനും ആർദ്രയും. മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയിട്ടുള്ള മാഷിന്റെ പൊതുപ്രവർത്തന സപര്യ ജനഹൃദയങ്ങളിൽ വികസനത്തിന്റെ പൊൻകിരണങ്ങൾ തൂകിക്കൊണ്ട് ഇനിയും മുന്നേറുക തന്നെ ചെയ്യും.